കീർത്തന ബാക്കിയുള്ളവരടുത്തും കൂടി ജോയിൻ ചെയ്യാൻ പറയൂ. ഓക്കെ. അഭിനവുണ്ടോ? അഭിനവ് മിസ് ഈ ഗ്രാഫിക്സിന് ഒരു ക്ലാസ്സിലോ 2 ക്ലാസ്സിലോ എന്തോല്ലേ കയറിയുള്ളൂ? ഇല്ല മിസ്, എനിക്ക് ഈ ആഴ്ച എനിക്ക് ഫുള്ളും വൈറൽ ഫീവർ ആയിട്ട് കിടപ്പായിരുന്നു. ഓക്കെ ഓക്കെ. ഞാൻ മാർക്ക് ചെയ്തപ്പോ കണ്ടതാ ചോദിച്ചേ. മിസ്. ഓക്കെ ആയോ ഇപ്പോ? ഇപ്പം കുറച്ച് സുഖമുണ്ട്. ഓക്കെ. ടെസ്റ്റ് ചെയ്തോ? കൊറോണ ടെസ്റ്റ് ചെയ്തോ? ഇല്ല, കാണിച്ചപ്പം പറഞ്ഞ് ഇപ്പം പനിയൊന്നും ഇല്ലാത്തോണ്ട് മരുന്ന് കുടിക്കാനാ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ശരി. ഓക്കെ, ഇപ്പോൾ ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ലൈൻ ഡ്രോയിങ് അൽഗോരിതംസ് ആയിരുന്നു. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻ ഡ്രോയിങ് അൽഗോരിതംസിൽ ഫസ്റ്റ് DD അൽഗോരിതം എടുത്തു. ദെൻ സെക്കൻഡ് വൺ ബ്ലസ്-എൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം. അപ്പം നെക്സ്റ്റ് വരുന്നത് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം ആണ്. സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം അതും ഇതുപോലെ 2 ടൈപ്സ് ഉണ്ട്. മിഡ് പോയിന്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം ആൻഡ് ബ്ലസ്-എൻഹാംസ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. ഓക്കെ. ലൈൻ ഡ്രോയിങ്ങിനേക്കാളും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. നിങ്ങൾ അൽഗോരിതംസ് ഒക്കെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് അനുസരിച്ച് എഴുതാൻ നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് നല്ല, അതായത് മാർക്ക് കൂടുതലാണ് ചോദിക്കുന്നതെങ്കിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. അപ്പം ഡെറിവേഷൻ, അതായത് ആ ഡിസിഷൻ പാരാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡെറിവേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ നോക്കുക. ഇനി അൽഗോരിതം മസ്റ്റ് ആണ്. അൽഗോരിതം സ്റ്റെപ്സ് മസ്റ്റായിട്ട് എഴുതുക. ഡെറിവേഷൻ കൂടി പറ്റുന്നെങ്കിൽ നോക്കുക, 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ. ദെൻ അത് കഴിഞ്ഞിട്ട് അൽഗോരിതം മാത്രം എഴുതിയാൽ പോരാ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ കോട്ട് ചെയ്ത് വേണം എഴുതാൻ. എക്സാമ്പിൾ എഴുതുക, അതിൻ്റെ സ്റ്റെപ്സ്, കമ്പ്യൂട്ടേഷൻ സ്റ്റെപ്സ് എഴുതുക. ദെൻ അത് കഴിഞ്ഞിട്ട് സാമ്പിൾ ഔട്ട്പുട്ട്, നിങ്ങൾക്ക് ഒരു ഇപ്പോൾ ലൈൻ ഡ്രോയിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ലൈൻ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് വെച്ചിട്ടൊരു ലൈൻ കിട്ടുമല്ലോ, ആ ഒരു
എന്താണ് ഔട്ട്പുട്ടും കൂടെ മെൻഷൻ ചെയ്യാം. ഇനി ഇൻ കേസ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ചോദിക്കുവാണെങ്കിൽ അതും കൂടി എഴുതാൻ നോക്കുക. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. Okay, today we will discuss about circle generating algorithm. So first of all, circle in the properties. ഒരു മിനിറ്റ്. Okay, properties of circle. The circle is defined as a set of points that are all at a given distance r from the center position xc yc. So there is a circle having the center xc yc. Okay, this distance relationship is expressed by Pythagorean theorem. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നമ്മൾ ഡിസ്റ്റൻസ് റിലേഷൻ ഈ ഒരു മെത്തേഡിലാണ് നോട്ട് ചെയ്യുന്നത്. സിസ്റ്റം ഹാങ് ആവുക. ഓക്കെ, ഇക്വേഷൻ എന്താണ്? നോർമലി സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. സോ ഇൻ ദ കേസ് ആവും. സോറി, ഒരു മിനിറ്റ് സ്റ്റക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സെന്റർ കോർഡിനേറ്റ്സ് തരുവാണെങ്കിൽ വി ഹാവ് ഗിവൺ എക്സ് സി വൈ സി ആസ് ദ സെന്റർ കോർഡിനേറ്റ്, ദെൻ എന്താണ് അതിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് y minus yc the whole square equal to r square. That is normal general case equation. X square plus y square equal to r square. അതിൽ നിന്നും പ്ലോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സർക്കിൾ ഡ്രോ ചെയ്യുമ്പോൾ there must be a center position and radius of the circle is given r. We have given the center coordinates and the radius. Okay, final output is we have to generate the circle with the center coordinate xc yc and radius r. Okay, ഇത് തിയറി ആണ്, ജസ്റ്റ് ഡെറിവേഷൻ വരുന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഇട്ടേക്കുന്നത്. We could use this equation to calculate the position of points on the circle circumference by stepping along the x-axis in unit steps. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആക്സിസ്, അതായത് സെന്റർ ടു ദ റേഡിയസ്, ആ ഒരു കറസ്പോണ്ടിങ് പോയിന്റ് എങ്ങനെ കിട്ടും? സെന്റർ ടു ദ റേഡിയസ്, നെഗറ്റീവ് റേഡിയസ് വരാം, എക്സ് സി മൈനസ് ആർ ടു എക്സ് സി പ്ലസ് ആർ. ആൻഡ് കാൽക്കുലേറ്റിംഗ് ദ കറസ്പോണ്ടിങ് y വാല്യൂസ്. അതിന്റെ കറസ്പോണ്ടിങ് y വാല്യൂസ് എങ്ങനെ കിട്ടും? y ഈക്വൽ ടു വൈ സി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ വെച്ചിട്ട് കിട്ടും. ബട്ട് ദിസ് ഇസ് നോട്ട് ദി ബെസ്റ്റ് വേ ഫോർ ജനറേറ്റിംഗ് ദ സർക്കിൾ. ജനറേറ്റിംഗ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ വൺ പ്രോബ്ലം ഈസ് വിത്ത് ദിസ് അപ്രോച്ച് ഈസ് ദാറ്റ് ഇറ്റ് ഇൻവോൾവ്സ് കൺസിഡറബിൾ കമ്പ്യൂട്ടേഷൻ അറ്റ് ഈച്ച് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് ഒക്കെ എടുക്കുവാണെങ്കിൽ ഇറ്റ് ഓക്കേഴ്സ് കമ്പ്യൂട്ടേഷൻ. ഓക്കെ, ഹൈ കമ്പ്യൂട്ടേഷൻ process. Moreover, the spacing between plotted pixel points is not uniform. അപ്പോൾ spacing is also not uniform. അപ്പോൾ സർക്കിളിന്റെ മാനർ, അതായത് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് we cannot predict the correct output or accurate output. Okay, we could adjust the spacing by interchanging x and y, stepping through y values and calculating x values. So in order to avoid this in this complexity, ഇപ്പോൾ ഒരു കോംപ്ലക്സിറ്റി ഇക്വേഷൻ ആണ്, so we have to generate another way to eliminate the unequal spacing avoid ചെയ്യാൻ വേണ്ടി we calculate points along the circular boundary using polar coordinates like r and theta. So expressing the circle equation in parameter polar form yields the pair of equations. So r theta in the terms of r and theta. അപ്പോൾ x equal to xc plus r cos theta വരും. അതുപോലെ y equal to yc plus r sin theta. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് ആണ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് y കോർഡിനേറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വൈ സി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സി മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലക്സിറ്റി കൂടുതലാണ്. സോ അനദർ ടെക്നിക്ക് വന്നു. എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സി പ്ലസ് ആർ കോസ് തീറ്റ, അതുപോലെ വൈ ഈക്വൽ ടു വൈ സി പ്ലസ് ആർ സൈൻ തീറ്റ. ആ ഒരു മാനറിൽ അൺഈക്വൽ സ്പേസിങ് അവോയ്ഡ് ചെയ്തിട്ട് കമ്പ്യൂട്ട് ചെയ്യുന്ന മെത്തേഡ്.
So when a display is generated with this equation using a fixed angular step size, a circle is plotted with equally spaced points along the circumference. The step size chosen for theta depends on the application and the display device. അപ്പോൾ theta depends on the application and the display device. Larger angular separations along the circumference can be connected with straight line segments to approximate the circular path. For a more continuous boundary on a raster display, we can set the step size at 1 by r. അപ്പോൾ ഇതും അതായത് ദിസ് പ്ലോട്ട് പിക്സൽ പൊസിഷൻസ് ദാർ ആർ അപ്രോക്സിമേറ്റ്ലി 1 യൂണിറ്റ് അപ്പാർട്ട് എന്ന ഡിസ്റ്റൻസിലായിരിക്കും ഈ ഒരു മാനറിൽ പോകുന്നത്. Then we have to reduce computation by considering the symmetry of circles. അപ്പോൾ ഇവിടെയും കമ്പ്യൂട്ടേഷൻ വരുന്നത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് we have to consider the symmetry of circle. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, സിമെട്രി. സർക്കിളിന്റെ സിമെട്രിക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഈസി. So the shape of circle is similar in each quadrant. We can generate the circle section in the second quadrant of the xy plane by noting that two circle sections are symmetric with respect to y-axis. And circle sections in the നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സിമെട്രിക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 ക്വാഡ്രൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 4 quadrantsഉം ഈക്വൽ ആണ്. ദെൻ ഇൻ ഈച്ച് quadrants we have to divide the corresponding quadrants. അപ്പോൾ ഓരോ ക്വാഡ്രന്റും നമുക്ക് പർട്ടിക്കുലർ ആംഗിളിൽ ഡിവൈഡ് ചെയ്യാം. സോ അങ്ങനെ നമുക്ക് 8 quadrants അറിയാം. സ്ക്രീൻ പോയോ? ഒരു മിനിറ്റ്, നെറ്റ് പോയെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, ഷെയർ ചെയ്യാം. ഇപ്പം ഷെയർ ചെയ്യാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ.
ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് സിമെട്രി ഓഫ് സർക്കിൾ. ഇപ്പൊ സർക്കിൾ സിമെട്രി എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. സോ വി കൺസിഡർ ഇറ്റ് ആസ് ക്വാഡ്രൻസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ വി ഹാവ് ടു മെയിൻറ്റെയിൻ ദ സിമെട്രിക് പ്രോപ്പർട്ടി ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ സിമെട്രിക് പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ദിസ് ഈസ് ദ മെയിൻ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു സർക്കിൾ പ്രോപ്പർട്ടി സിമെട്രി ആണ് അസ്യൂം ചെയ്യുന്നത്. സോ ഓക്കെ, അപ്പൊ ഇവിടുത്തെ ക്വാഡ്രന്റിന്റെ പൊസിഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു പൊസിഷൻ ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ദിസ്, തേർഡ് ക്വാഡ്രന്റ് ദിസ്, ഫോർത്ത് ക്വാഡ്രന്റ് ദിസ്. ഓക്കെ, ദീസ് ക്വാഡ്രന്റ്സിനെ 45 ഡിഗ്രി ആംഗിൾ വരുന്ന രീതിയിൽ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ 8 ക്വാഡ്രന്റ് സിമെട്രി പ്രോപ്പർട്ടി വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇതിലെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് XY. ഇനി സിമെട്രിക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ആ ഫസ്റ്റ് ക്വാഡ്രന്റിനെ അനദർ പോയിന്റ് എടുക്കുവാണെങ്കിൽ YX ആയിട്ട് നൊട്ടേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഇന്റർചേഞ്ച് ദ X ആൻഡ് Y പൊസിഷൻ. ഓക്കെ, X ആൻഡ് Y ആർ പോസിറ്റീവ്, സോ വി നൊട്ടേറ്റ് ഇറ്റ് ആസ് XY ആൻഡ് വി ഹാവ് ടു ഇന്റർചേഞ്ച് ഇറ്റ്. സിമെട്രിക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ എങ്ങനെ വരും? YX ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റ് നോട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലെ ഫസ്റ്റ് പോയിന്റ് എങ്ങനെയാണ്? X ആൻഡ് -Y, പോസിറ്റീവ് X ആൻഡ് നെഗറ്റീവ് Y. Okay, we have to apply symmetric property and the another coordinate value is we have to interchange the values. So y minus x. Okay, negative value that is y minus x. ഇവിടെ എന്ന് പറയുന്നത് x minus y ആണ് വാല്യൂ വരുന്നത്. സോ അതിന്റെ സിമെട്രിക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? y minus x ആയിരിക്കും ആ കോർഡിനേറ്റ് വാല്യൂ വരുന്നത്. ഇനി തേർഡ് ക്വാഡ്രന്റ് എടുക്കുവാണെങ്കിൽ x and y are negative, both x and y are negative, so minus x minus y ആണ് അവിടുത്തെ വാല്യൂ വരുന്നത്. അപ്പൊ അതിനെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ -y -x ആയിരിക്കും. ഇനി ഫോർത്ത് ക്വാഡ്രന്റ് എങ്ങനെ വരും? -x y ആണ് അവിടുത്തെ പോയിന്റ്. അതിനെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ -y x ആയിരിക്കും. വാല്യൂസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെയാണ് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് സിമെട്രി. ഓക്കെ, സിമെട്രി ഓഫ് ദ സർക്കിൾ, കാൽക്കുലേഷൻ ഓഫ് എ സർക്കിൾ പോയിന്റ് ഇൻ 1 octant yields the circle point shown for other 7 octants. അപ്പൊ ഫസ്റ്റ് octants കൺസിഡർ ചെയ്തിട്ട് അതിൽ എങ്ങനെ ഒപ്റ്റെയിൻ ചെയ്യുന്നു അതിനെ ബേസ് ചെയ്ത് അതർ 7 octants കൺസിഡർ ചെയ്യാം. അപ്പൊ 8 octants ആണ് സർക്കിളിൽ അപ്ലൈ ചെയ്യുന്നത്. അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. സോ വി ഹാവ് അപ്ലൈ സിമെട്രിക് പ്രോപ്പർട്ടി ആൻഡ് 8 octant property is applied here. സോ ഫസ്റ്റ് പോയിന്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലെ വാല്യൂ x ആൻഡ് y പോസിറ്റീവ് വാല്യൂ. സോ വി ഇന്റർചേഞ്ച് ദ വാല്യൂ. സോ YX ആയിരിക്കും ആ ക്വാഡ്രന്റിന്റെ സെക്കൻഡ് പോയിന്റ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വാഡ്രന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് x -y ആയിരിക്കും. So we interchange the value as y and -x in the second quadrant. ഇനി തേർഡ് ക്വാഡ്രന്റിന്റെ വാല്യൂ എങ്ങനെയാണ്? -x -y ആണ്. So we interchange the value -y -x. അതുപോലെ ഫോർത്ത് ക്വാഡ്രന്റ് -xy, interchange the value -yx. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കാം. ഇനിയാണ് മിഡ് പോയിന്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം വരുന്നത്. അപ്പൊ ഈ ഒരു മാനറിലാണ് സർക്കിൾ വരുന്നത്. ഇത്ര ഉള്ളൂ ബേസിക്. അപ്പൊ ബേസിക് തിങ് എന്ന് പറയുന്നത് സിമെട്രി ഓഫ് ദി സർക്കിൾ അസ്യൂം ചെയ്യുന്നുണ്ട്. സിമെട്രി എന്ന് പറയുന്നത് ക്വാഡ്രന്റ്സ് ആയിട്ട് തിരിച്ചു. അതിനെ 8 സിമെട്രി മെത്തേഡിൽ പ്ലോട്ട് ചെയ്യുന്നു. അതിൽ സിംഗിൾ ക്വാഡ്രന്റ് കൺസിഡർ ചെയ്തിട്ട് സിംഗിൾ ക്വാഡ്രന്റിന്റെ പോയിന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഹാവ് ടു കൺസിഡർ അതർ 7 ക്വാഡ്രന്റ്. ഓക്കെ, ദിസ് ആർ ദ പ്രൊസീജിയേഴ്സ്. ഇനി മിഡ് പോയിന്റ് സർക്കിൾ അൽഗോരിതത്തിൽ ടു അപ്ലൈ ദ മിഡ് പോയിന്റ് മെത്തേഡ് വി ഡിഫൈൻ ദ സർക്കിൾ ഫംഗ്ഷൻ ആസ് f of xy equal to x square plus y square minus xr square. Any point xy on the boundary of the circle with radius r satisfies the equation f circle xy equal to 0. That is എന്താണ് പോയിന്റ് എന്ന് പറയുന്ന ബൗണ്ടറി ഓഫ് ദി സർക്കിൾ ആണെങ്കിൽ, ഇഫ് ദ പോയിന്റ് ഈസ് ഇൻ ദ ഇന്റീരിയർ ഓഫ് ദ സർക്കിൾ, ഇന്റീരിയർ ആണെങ്കിൽ സർക്കിൾ ഫംഗ്ഷൻ ഈസ് നെഗറ്റീവ്. സർക്കിൾ ഫംഗ്ഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. And the point is outside the circle, circle function is positive. So to summarize, the relative position can be calculated as, അപ്പൊ ഇതിന്റെ റിലേറ്റീവ് പൊസിഷൻ എങ്ങനെ വരും? ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. ഇഫ് f of xy ഈക്വൽ ടു 0 ആണെങ്കിൽ സർക്കിൾ ബൗണ്ടറിയിലായിരിക്കും. ലെസ് ദാൻ 0 ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ ബൗണ്ടറി ആൻഡ് ഗ്രേറ്റർ ദാൻ 0 വിച്ച് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ ബൗണ്ടറി. ആണ് പോയിന്റ് കാണിച്ചിരിക്കുന്നത്. മിഡ് പോയിന്റ് ബിറ്റ്വീൻ കാൻഡിഡേറ്റ് പിക്സൽസ് അറ്റ് സാമ്പിളിംഗ് പൊസിഷൻ xk+1 along the circular path. ഇപ്പൊ ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. അതിന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ f of xyയുടെ വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കും. ഈക്വൽ ടു 0 ആണെങ്കിൽ ബൗണ്ടറിയിലായിരിക്കും. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും. ഓക്കെ, ദീസ് ക്രൈറ്റീരിയ യു മേ കൺസിഡർ.
The circle function test in this are performed for the midpoints between pixels near the circle path at each sample step. Thus, the circle function is the decision parameter in the midpoint algorithm, and we can set up. So here also we consider decision parameter. That's the important thing. Okay, ഇവിടെയും decision parameterന്റെ ബേസിസിലാണ് പോകുന്നത്, and we can set up incremental calculations for this function. അപ്പോൾ ഡിസിഷൻ പാരാമീറ്ററിന് ഇൻക്രിമെന്റൽ കാൽക്കുലേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് കറസ്പോണ്ടിങ് ഡിസിഷൻ പാരാമീറ്റർ വെച്ചിട്ട് അതിന്റെ കേസസ് അസ്യൂം ചെയ്യും. ഓക്കെ, this shows the midpoint between two candidate pixels at sampling position. Assuming we have just plotted the pixel at xk, yk, we next need to determine whether the position at xk plus 1 yk. അത് ഈ ഒരു പോയിന്റിന്റെ കേസാണ് പറയുന്നത്. xk yk എന്നൊരു പൊസിഷൻ ഉണ്ട്, അതിന്റെ നെക്സ്റ്റ് പൊസിഷൻ xk plus 1 xk plus 1 yk ആ ഒരു പൊസിഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് പോകുന്നത്. ഇനി അതെങ്ങനെയാന്ന് നോക്കാം. ബേസ്ഡ് ഓൺ ദ പാരാമീറ്റർ, ഡിസിഷൻ പാരാമീറ്ററിന്റെ ബേസിസിൽ ഇഫ് പി കെ എന്ന് പറയുന്നത് എങ്ങനെ എഴുതി, എഫ് ഓഫ് എക്സ് കെ പ്ലസ് 1 വൈ കെ മൈനസ് ഹാഫ് എടുത്തു. ഇനി അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. സോ എക്സ് എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് 1 സ്ക്വയർ പ്ലസ് വൈ കെ മൈനസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഇനി ഇഫ് പി കെ ലെസ് ദാൻ 0 ആണെങ്കിൽ ദിസ് മിഡ് പോയിന്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. ഇപ്പൊ പി കെ ലെസ് ദാൻ 0 ആണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. Pixel on scan line yk is closer to the circle boundary. Otherwise, mid position is outside or the circle boundary, and we select the pixel yk minus 1. So, successive decision parameters are obtained using incremental calculations. So, recursive expression for the next decision parameter by evaluating the circle function xk plus 1 plus 1 equal to xk plus 2. Okay, next incremental ആണ്. Next increment by 1 unit xk plus 2. So pk plus 1 എങ്ങനെ മാറും, xk plus 1 plus 1 the whole square plus yk plus 1 minus half the whole square minus r square. അതായത് xk incremented by 1 unit. Then pk plus 1 അതിനെ എന്താണ് ഇങ്ങനെ എഴുതാം, pk plus 2 into xk plus 1 plus yk square minus yk square minus yk plus 1 minus yk plus 1. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ increments for obtaining pk plus 1 either x ഇന്റെയും yയുടെയും വാല്യൂ ഇങ്ങനെ കിട്ടും. 2xk plus 1 equal to 2xk plus 2, 2yk plus 1 equal to 2yk minus 2. അപ്പൊ xk plus 1 എന്ന് പറയുന്നത് xk plus 1 ആയിരിക്കും, yk plus 1 എന്ന് പറയുന്നത് yk minus 1 ആയിരിക്കും. ഇനി initial decision parameter we take it as initial decision parameter by evaluating the circle function at the starting position. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർക്കിൾ എന്ന് പറയുന്നത് x0 y0 സ്റ്റാർട്ടിംഗ് പൊസിഷൻ x0 0 ആൻഡ് y0 റേഡിയസ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഡിസിഷൻ പാരാമീറ്റർ എങ്ങനെ വരും, p0 എന്ന് പറയുന്നത് 1 r മൈനസ് ഹാഫ്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് p0 is taken as 5/4 minus r. ഇതാണ് നമ്മുടെ അൽഗോരിതത്തിലെ ഡിസിഷൻ പാരാമീറ്റർ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ is taken as p0 equal to 5/4 minus r. If the radius r is specified as an integer, we can simply round p0 to 1 minus r. Since all increments are integers. Integers ആണെങ്കിലുള്ള കേസാണ് 1 minus r ആയിട്ട് അസ്യൂം ചെയ്യുക. അപ്പോൾ നോർമൽ കേസിൽ p0 എന്ന് പറയുന്നത് 5/4 minus r ആണ് ചൂസ് ചെയ്യുന്നത്. സോ മിഡ് പോയിന്റ് സർക്കിൾ അൽഗോരിതം ഇത്രേ ഉള്ളൂ. ഇനിഷ്യലി വി ടേക്കൺ ആസ് x0 y0 equal to 0r. 0r എന്നുള്ള ഒരു അസംഷനിൽ ചൂസ് ചെയ്യും. Calculate the initial parameter, decision parameter can be computed. p0 equal to 5/4 minus r. p0 equal to 5/4 minus r. Then, based on the value of p0, if the value of pk is less than 0, that's the main important thing. Less than 0 ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, value of current next pk value, pk plus 1 equal to pk plus 2k plus 1 plus 1 ആയിരിക്കും. pk plus 2xk plus 1 plus 1. And we change the coordinate position. X becomes xk plus 1 and yk becomes yk minus 1. X becomes xk plus 1 and yk becomes yk. അങ്ങനെയാണ് ചേഞ്ച് വരുന്നത്. ഒരു മിനിറ്റ്, ബോർഡ് യൂസ് ചെയ്തിട്ട്.
സിസ്റ്റം ഹാങ് ആയിരിക്കും. ഓക്കെ, പി കെ വാല്യൂ ഓഫ് പി കെ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ എങ്ങനെ അസംഷൻ വരുന്നത്? പി കെ പ്ലസ് 1 ഈക്വൽ ടു പി കെ പ്ലസ് 1 ഈക്വൽ ടു പി കെ പ്ലസ് 2xk പ്ലസ് 1 പ്ലസ് 1. ഈ ഒരു അസംഷനിലാണ് പോകുന്നത്. സിസ്റ്റം ഹാങ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ പി കെ പ്ലസ് 1 ദെൻ അപ്പോൾ അവിടുത്തെ എക്സ് വാല്യൂ വൈ വാല്യൂ എങ്ങനെ വരും? എക്സ് വാല്യൂ ചേഞ്ചസ് ടു ന്യൂ എക്സ് വാല്യൂ ചേഞ്ചസ് ടു കറണ്ട് എക്സ് വാല്യൂ പ്ലസ് കറണ്ട് എക്സ് വാല്യൂ പ്ലസ് 1 ആൻഡ് വൈ വാല്യൂ റിമെയിൻസ് സെയിം. അത് ഓർത്ത് വെച്ചേക്കാം. സിസ്റ്റം ഭയങ്കര സ്ലോ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇഫ് ദ വാല്യൂ ഓഫ് പി കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പി കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ വാല്യൂസ് എങ്ങനെ വരും? പി കെ പ്ലസ് 1. ഓക്കെ, പി കെ വാല്യൂ ഓഫ് പി കെ പി കെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതുകൂടെ നോട്ട് ചെയ്തോളാം. എക്സ് കെ പ്ലസ് 1 നെക്സ്റ്റ് പോയിന്റ് ഈക്വൽ ടു കറണ്ട് പോയിന്റ് പ്ലസ് 1 ഇൻക്രിമെന്റ്. Then yk plus 1. Y value becomes decremented by 1 unit. Yk minus 1. Y value എന്ന് പറയുന്നത് yk minus 1 ആയിരിക്കും. Then pk plus 1 വാല്യൂ ഡിസിഷൻ പാരാമീറ്ററിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. pk plus 1 ഈക്വൽ ടു pk minus 2yk plus 1 2yk plus 1 plus 2xk plus 1 2xk plus 1 plus 1. ഇതായിരിക്കും ഡിസിഷൻ പാരാമീറ്റർ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പി കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യുടെ കേസ്. പി കെ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? പി കെയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. നെക്സ്റ്റ് പി കെ പ്ലസ് 1 ചേഞ്ചസ് ടു പി കെ പ്ലസ് 2x k plus 1 2x k plus 1 plus 1. Then xk plus 1 equal to xk next unit xk plus 1 and yk plus 1. Next position of y becomes yk. ഇതാണ് രണ്ട് കണ്ടീഷൻ. ഇപ്പൊ 2 cases for calculating the positions. Okay, പി കെയുടെ വാല്യൂ എങ്ങനെ ചേഞ്ച് വരുന്നു ഓർത്ത് വെച്ചേക്കാം. ഇതാണ് സ്റ്റെപ്പിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് റിമെയിൻസ് റിപ്പീറ്റഡ് അണ്ടിൽ ദ ഓൾ ക്വാഡ്രന്റ്സ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്ക് ഈ ഒരു കേസിൽ ഫസ്റ്റ് ക്വാഡ്രന്റിനെ എന്താണ് ആ പോയിന്റ് കറസ്പോണ്ടിങ് പോയിന്റ്സ് ഏതാന്നുള്ളത് കിട്ടും. ആ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എയ്റ്റ് സിമെട്രി പ്രോപ്പർട്ടി പ്ലോട്ട് ചെയ്ത് എന്ത് ചെയ്യാം? അതിന്റെ ലൊക്കേഷൻ അതിന്റെ വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സ് വൈ പോയിന്റ് 8 ലൊക്കേഷൻ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് അസിമെട്രിക് പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇഫ് ദ ഗിവൺ സെന്റർ പോയിന്റ് എക്സ് പ്ലോട്ട്, ഇപ്പൊ സെന്റർ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ എക്സ് വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നോർമലി എക്സ് സി പ്ലസ് എക്സ് സീറോ ആയിരിക്കും അല്ലെ. അതുപോലെ വൈ വാല്യൂ എന്ന് പറയുന്നത് വൈ സി പ്ലസ് വൈ സീറോ ആയിരിക്കും. ഇപ്പൊ സെന്റർ പോയിന്റ് നിങ്ങൾക്ക് ഒറിജിൻ അല്ല തന്നേക്കുന്നെങ്കിൽ, ഇപ്പൊ സെന്റർ പോയിന്റ് വേറെ സെന്റർ പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇനിഷ്യലി എടുക്കേണ്ട എക്സ് വാല്യൂ വൈ വാല്യൂ എന്ന് പറയുന്നത് എക്സ് സി പ്ലസ് എക്സ് സീറോ ആയിരിക്കും. അതുപോലെ വൈ വാല്യൂ എന്ന് പറയുന്നത് വൈ സി പ്ലസ് വൈ സീറോ ആയിരിക്കും. ഇനി ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുക അണ്ടിൽ
x equal to x greater than or equal to y. x value greater than or equal to y value ആവുന്നത് വരെ സ്റ്റെപ്പ് റിമെയിൻസ് റിപ്പീറ്റിംഗ്. ഓക്കെ, ഇതാണ് മിഡ് പോയിന്റ് സർക്കിൾ അൽഗോരിതത്തിൽ വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എടുക്കാം. ഗിവൺ ദ സെന്റർ പോയിന്റ് കോർഡിനേറ്റ് 0 0. അപ്പോൾ ഇവിടെ സെന്റർ പോയിന്റ് കോർഡിനേറ്റ് 0 0 ആണ് തന്നേക്കുന്നത്. ഇഫ് ദ സെന്റർ പോയിന്റ് കോർഡിനേറ്റ് ഈസ് ഡിഫറെന്റ്, ഇപ്പോൾ സെന്റർ പോയിന്റ് 0 0 തരാം, അതുപോലെ ഡിഫറൻസും തരാം. ഡിഫറെന്റ് ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട എക്സ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് സി പ്ലസ് കറന്റ് എക്സ് സീറോ. ഓക്കെ, ഡിഫറെന്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോമിൽ എടുക്കുക. അപ്പോൾ സെന്റർ പോയിന്റ് 0 0 ആണ്, റേഡിയസ് എന്ന് പറയുന്നത് 10 ആണ്. ഈവൻ ദ സെന്റർ പോയിന്റ് 0 0 ആൻഡ് റേഡിയസ് ഈസ് 10, we have to generate all the points to form a circle using midpoint circle algorithm. അപ്പോൾ എങ്ങനെ പ്ലോട്ട് ചെയ്യാം? ഫസ്റ്റ് you have to calculate the decision parameter pk value. You have to compute the decision parameter value. If it is integer ആണെങ്കിൽ നമുക്ക് 1/r എടുക്കാം. So 1/10 which is equal to -9. ഓക്കെ, -9. ദെൻ അതിനെ ബേസ് ചെയ്തിട്ട് ഇനി വാല്യൂ ഓഫ് പി കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ് നോക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഓർ ഇക്വൽ ടു 0 ആണ് നോക്കുക. ദെൻ ബേസ്ഡ് ഓൺ ദാറ്റ് കണ്ടീഷൻ വി ഹാവ് ടു ജനറേറ്റ് ദ കറസ്പോണ്ടിങ് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒക്ടന്റിന്റെ കറസ്പോണ്ടിങ് പോയിന്റ്സ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വാല്യൂസ് അനുസരിച്ചിട്ട് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഒക്ടന്റിന്റെ പി കെ വാല്യൂ -9 ആണ്. സോ അതിന്റെ ദെൻ നെക്സ്റ്റ് പി കെ പ്ലസ് 1 വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ട് ഇക്വേഷൻ വരിക. അത് ഞാൻ അടുത്ത അവറിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ബ്രേക്ക് അല്ലേ നിങ്ങൾക്ക്, സിസ്റ്റം ഹാങ് ആയിട്ടിരിക്കുക. ഓക്കെ, ശരി, ലീവ് ചെയ്തോ. 12:20 ആകുമ്പോൾ വന്നോളൂ. അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടേ.
ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് പേരെ എത്തിയുള്ളൂ അല്ലേ? ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മിഡ് പോയിന്റ് സർക്കിൾ അൽഗോരിതം ആണ്. ഇതിൽ എങ്ങനെയാണ് ഇനിഷ്യൽ കോർഡിനേറ്റ്സ്. സോ ഗിവൺ കോർഡിനേറ്റ് 0 0 ആൻഡ് ദ റേഡിയസ് 10. Then find the decision parameter. So decision parameter is 1 minus r. So നമുക്ക് എന്ത് കിട്ടും? -9 എന്ന് പുതിയ decision parameter. -9. Then decision parameter നെഗറ്റീവ് ആണ്. സോ പുതിയ x വാല്യൂ എന്തായിരിക്കും? 1 ആണ് x വാല്യൂ. സോ x value becomes xk plus 1 unit value. Then y value remains the same. Y value becomes r. Initially y value എന്താണ്? Radius equal ആണ്. Initially y equal to r. So y value becomes 10 and the parameter value pk plus 1. Decision parameter value changes to pk plus 2xk plus 1 plus 1. pk plus -9 plus 2xk plus 1. 2xk plus 1 becomes 2 minus 1. അപ്പോൾ എന്ത് കിട്ടും? -1 അല്ലേ? 2xk plus 1 plus 1. 2 into 1 plus 1. -9 plus 3. -6 വരും. ഓക്കെ, pk plus 1 value becomes -6. Then next. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഏത് വരെ റിപ്പീറ്റ് ചെയ്യും? ഫസ്റ്റ് ക്വാഡ്രന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതായത് ഫസ്റ്റ് ഒക്ടന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ്. അങ്ങനെ എല്ലാ ക്വാഡ്രന്റ്സും, അതായത് ഇപ്പം നമുക്ക് പോയിന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടുന്ന പോയിന്റ്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്ലൈഡ് സ്ലോ ആയിരിക്കും. ഓക്കെ, the successive decision parameter values and positions along the circle path are calculated using the midpoint method. Okay, -9 ആണ് ഇനിഷ്യൽ പോയിന്റ്. അപ്പം നമ്മുടെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 110. ദെൻ അതിന്റെ 2 ഇവിടെ എന്ന് പറഞ്ഞാൽ 2xk plus 1 plus 2 എന്ന അസംഷനിലാണ് എടുത്തത്, ഇൻക്രിമെന്റൽ വാല്യൂ. സോ 2 കിട്ടും. അതുപോലെ 220 അതിന്റെ കോർഡിനേറ്റ്സ്. അതുപോലെ നെക്സ്റ്റ് 1 -6, അതായത് പാരാമീറ്റർ വാല്യൂന്റെ ബേസിസ് ഇത്രയും കിട്ടും. So a plot of generated pixel position in the first quadrant is shown. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് പിക്സൽ പൊസിഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഇനി until x equal to y ആവുന്നത് വരെ എന്ത് ചെയ്യുക? പ്രോസസ് റിപ്പീറ്റഡ്. ഇനി ഇതേ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുക. ഫൈനലി നമുക്കൊരു സർക്കിൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് കംപ്ലീറ്റഡ് ഓൾ ദ 7 ക്വാഡ്രന്റ്. അപ്പൊ ഇങ്ങനെയാണ് സർക്കിൾ വരുന്നത്. ഫസ്റ്റ് ഇപ്പൊ 10ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ 10ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നെക്സ്റ്റ് ലൊക്കേഷൻ കമ്പ്യൂട്ട് ചെയ്തു, ദെൻ നെക്സ്റ്റ് ലൊക്കേഷൻ. അപ്പൊ ഇങ്ങനെ അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഫുള്ളായി.
Then next we have to repeat the next quadrant. അങ്ങനെ 7 quadrants കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? We have to obtain the circle. ഇങ്ങനെ എഴുതുന്ന മെത്തേഡാണ് മിഡ് പോയിന്റ് സർക്കിൾ അൽഗോരിതം ബേസ്ഡ് ഓൺ സിമെട്രി. ഓക്കെ, ഇത്രേ ഉള്ളൂ. പിന്നെ അൽഗോരിതം പറയുവാണെങ്കിൽ ബേസിക് സ്റ്റെപ്സ് നേരത്തെ പറഞ്ഞ. ഓക്കെ, input radius r and circle center xc yc and obtain the first point on the circumference of circle centered on the origin as x0 y0 equal to 0 r. So y is equated to r. Then calculate the initial value of the decision parameter. Initial value 5/4 minus r. Normal case 1 minus r എടുക്കാറുണ്ട്. At each xk position starting at k equal to 0, perform the following test. If pk less than 0, the next point along the circle centered on 0 0 is xk plus 1 yk, and pk plus 1 becomes pk plus 2 xk plus 1 plus 1. Otherwise, the next point along the line is, so if pk greater than 0, then xk becomes xk plus 1 and yk decremented by 1, that is yk minus 1, and its value, decision value becomes pk plus 1 equal to pk plus 2xk plus 1 plus 1 minus 2yk plus 1. അപ്പോൾ അതിൻ്റെ വാല്യൂസ് കണ്ട് ദെൻ ഡിറ്റർമൈൻ സിമെട്രി പോയിന്റ്സിൻ്റെ അതർ 7 ക്വാഡ്രൻസ്. ഇപ്പോൾ സിമെട്രി പോയിന്റ്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഡയറക്ഷൻ, അതായത് ഡയറക്ഷൻ നോക്കിയിട്ട് വാല്യൂസ് ഇട്ട് കൊടുക്കുക. Move each calculated pixel position xy onto the circular path centered on xc yc and plot the coordinate values. If the center is given, we have to plot the coordinate values. X equal to x plus xc and y equal to y plus yc. Repeat steps 3 through 5 until x greater than or equal to y. This is about algorithm example. Okay. ഇത്രയാണ് മിഡ് പോയിന്റ് സർക്കിൾ അൽഗോരിതം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഗ്രാമിലും സെയിം കൺസെപ്റ്റ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സർക്കിൾ പ്ലോട്ട് പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷനിൽ എന്താ പറയുന്നത്? ആ കോർഡിനേറ്റ് പൊസിഷൻ പറയുന്നേ ഉള്ളൂ. കോർഡിനേറ്റ് പൊസിഷൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞാണ്. അപ്പോൾ ദർ ഇസ് എ സർക്കിളിന്റെ കറസ്പോണ്ടിങ് പോയിന്റ് എക്സ് വൈ പോയിന്റ്, ദെൻ എക്സ് മൈനസ്, അതായത് എക്സ് വൈ പോയിന്റ്, ദെൻ ചേഞ്ചസ് ടു വൈ എക്സ് പോയിന്റ്, അങ്ങനെ 8 പോയിന്റ്സ് വരും. അപ്പോൾ ആ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഇത്രേ ഉള്ളൂ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഓക്കെ, ഇതൊക്കെ ആണല്ലോ ഇതിന്റെ പാരാമീറ്റർ കിട്ടി. അതായത് ആ ഡെറിവേഷൻ മെത്തേഡാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കുറച്ച് ഡിറൈവ് ചെയ്ത് വന്ന മെത്തേഡാണ് തന്നേക്കുന്നത്. പിന്നെ ഇൻക്രിമെന്റൽ ഫോം എന്നാണ് പറയുന്നത്. ഇൻക്രിമെന്റൽ കാൽക്കുലേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ആ വാല്യൂസ് കിട്ടുന്നത് കമ്പ്യൂട്ട് ചെയ്ത് നോക്കണം. കാരണം നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, പക്ഷെ ചെയ്ത് വരുമ്പോൾ കുറച്ച് കാൽക്കുലേഷൻസ് വരും. ഓക്കെ, അപ്പോൾ എക്സാമിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരാം. അപ്പം അങ്ങനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ബ്രസൻഹാംസ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. ഇതും സെയിം ആണ്, സിമിലർ ടു ദിസ് മിഡ് പോയിന്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. സിമിലർ ആണ്. ഒപ്റ്റിമൈസേഷൻ ഓഫ് മിഡ് പോയിന്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. അതിന്റെ പാരാമീറ്റർ വാല്യൂ മാത്രം മാറുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഡിസിഷൻ പാരാമീറ്റർ മാത്രം മാറുന്നു, വേറെ അധികം വ്യത്യാസം വരുന്നില്ല. സോ വി ഹാവ് ടു സ്റ്റാർട്ട് ദ അൽഗോരിതം. ഡിക്ലെയർ ദ വേരിയബിൾസ്, then coordinates. PQ are coordinates of the center of the circle and R is the radius of the circle. Then enter the value of R. We have to calculate the decision parameter D as 3 minus 2R. 3 minus 2R. Then initialize x equal to 0. ഇവിടെ y ആണ് കേട്ടോ. y equal to R. നേരത്തെ പോലെ തന്നെ x equal to 0 and y equal to R. Check if the whole circle is can converted. So check the value of that is check whether x greater than or equal to y, or repeat until x greater than or equal to y. ഇതുവരെ റിപ്പീറ്റ് ചെയ്യാം. Then plot 8 points by using concepts of 8-way symmetry. 8-way symmetry concepts plot ചെയ്യുക. Center is at PQ. Current active pixel is XY. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷൻ എങ്ങനെ വരും? XY. ഓക്കെ, സെക്കൻഡ് പൊസിഷൻ XY അല്ല, സെന്റർ എന്ന് പറയുന്നത് PQ ആണ്. സോ X plus P, Y plus Q. ദെൻ സെക്കൻഡ് പിക്സൽ എങ്ങനെ വരും? Y plus P,
x plus q. Interchange the values of x and y. Then put next location or point minus y plus p, that is minus yx. നെക്സ്റ്റ് മൈനസ് എക്സ് മൈനസ് വൈ, മൈനസ് എക്സ് വൈ. അപ്പൊ അങ്ങനെയാണ് 8 പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുന്നത്. ഇനി ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് നെക്സ്റ്റ് പിക്സൽസ് ടു ബി സ്കാൻഡ്. അപ്പൊ നെക്സ്റ്റ് പിക്സൽ ഏതാണ്? ഇഫ് ഡി ഡിസിഷൻ പാരാമീറ്റർ ലെസ് ദാൻ 0 ദെൻ ഡി ഈസ് റിട്ടൺ ആസ് ഡി പ്ലസ് 4x പ്ലസ് 6. അപ്പൊ ഇതിനും ഡെറിവേഷൻ ഉണ്ട്. അപ്പൊ ഡി എങ്ങനെ വരും? ഡി പ്ലസ് 4x പ്ലസ് 6 ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവരുത്. ഡി എന്ന് പറയുന്നത് ഡി പ്ലസ് 4x പ്ലസ് 6 ആണ്. ഇൻക്രിമെന്റ് ദ വാല്യൂ ഓഫ് എക്സ് ബൈ 1 യൂണിറ്റ്. ഇപ്പൊ നെക്സ്റ്റ് ലൊക്കേഷൻ, നെക്സ്റ്റ് എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഇൻക്രിമെന്റഡ് ബൈ 1 യൂണിറ്റ്, y വാല്യൂ റിമെയിൻസ് സെയിം. ദെൻ ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആകുമ്പോൾ എങ്ങനെ വരും? ഡി പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് 10. ഇൻക്രിമെന്റ് എക്സ് വാല്യൂ ആൻഡ് ഡിക്രിമെന്റ് വൈ വാല്യൂ. ഓക്കെ, അത് ശ്രദ്ധിച്ചോളണം. ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴത്തേക്കും ഡിയുടെ വാല്യൂ ചേഞ്ചസ് ടു ഡി പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് 10. ഇൻക്രിമെന്റ് എക്സ് വാല്യൂ ആൻഡ് decrement y value. This process go to step 6. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഡിസിഷൻ പാരാമീറ്റർ ഇനിഷ്യൽ കേസിൽ എടുക്കുന്ന ഏതാണ്? ഡി ഈക്വൽ ടു 3 മൈനസ് 2r. ഡി ഈക്വൽ ടു 3 മൈനസ് 2r ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ പി കെ ഈക്വൽ ടു 3 മൈനസ് 2r. ദെൻ വി വാണ്ട് ടു അപ്ലൈ ദ കേസസ്. കേസസ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ ഡി പ്ലസ് 4x പ്ലസ് 6 എടുക്കുക, ഇൻക്രിമെന്റ് എക്സ് വാല്യൂ. ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഡി പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് 10 എടുക്കുക, ഇൻക്രിമെന്റ് എക്സ് വാല്യൂ ആൻഡ് ഡിക്രിമെന്റ് വൈ വാല്യൂ. ദെൻ പുട്ട് 8 പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാൻ. അത് തന്നെ ഈ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അണ്ടിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വൈ. ഇത്രയാണ് ബ്ലസൻഹാംസിൽ വരുന്നത് കേട്ടോ. ബ്ലസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം, സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. ഓക്കെ, ബ്രസൻഹാംസിന്റെ ഒരു ഇക്വേഷൻ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രോ എ സർക്കിൾ വിത്ത് സെന്റർ 0 0. ഡ്രോ എ സർക്കിൾ വിത്ത് സെന്റർ 0 0 ആൻഡ് r equal to 3. Consider the radius as 3. Here x is 0, y is 0 and r is 3. So initial we want to find the decision parameter. ഞാൻ ഇവിടെ pk തന്നെയാണ് എടുക്കുന്നത്. pk equal to 3 minus 2r, 2 into 3. 3 minus 2r, that means 3 minus 6, that is minus 3. Minus 3 at initial value. Then x value, y value, pk. The initial x value 0, y value 3, pk value minus 3. So coordinate എങ്ങനെ എടുക്കാം? Coordinate plot 8 coordinates എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. Coordinates എങ്ങനെ എടുക്കാം? First value xy 0 3. 0 3 ആണ് ഫസ്റ്റ് കോർഡിനേറ്റ്. അപ്പൊ അതേ കോർഡിനേറ്റ് അതേ ക്വാഡ്രന്റിലെ സെക്കൻഡ് കോർഡിനേറ്റ് എങ്ങനെ എടുക്കാം? 3 0 3 0. ദെൻ നെക്സ്റ്റ് കോർഡിനേറ്റ്, അതായത് ക്വാഡ്രന്റിലെ കോർഡിനേറ്റ് എങ്ങനെ എടുക്കാം? 0 മൈനസ് 3 0 മൈനസ് 3. നെക്സ്റ്റ് മൈനസ് 3 0. ഇത്ര എടുക്കാൻ പറ്റുള്ളൂ പോസിബിൾ വാല്യൂസ്. ഓക്കെ, these are the coordinate values. Then calculate the value. ഇവിടെ calculate the value based on decision parameter. So pk value എന്ന് പറയുന്നത് it is negative 3 ആണ്. So pk value is less than 0. So we want to find the next pk value. So pk plus 1 value. pk plus 1 value എന്താണ്? 4xk plus 6 plus pk. 4xk plus 6 plus p. That is 4xk എന്ന് പറയുന്ന x എത്ര വരും? x 0 ആണ്. അപ്പൊ 6 plus minus 3 വരും, 3 എന്ന് വരും, 3. ഓക്കെ, then next x value becomes change the x value changes to 1. Y value remains the same.
y value remains the same. ഇനി അടുത്ത പൊസിഷൻ ആകുമ്പോൾ x value 1, y value 3, then pk value 3, then കോർഡിനേറ്റ്സ് എങ്ങനെ എഴുതാം? കോർഡിനേറ്റ്സ് x y എന്ന് പറയുന്നത് 1 3, then ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ 3 1, then നെക്സ്റ്റ് ക്വാഡ്രന്റ്, അത് ക്വാഡ്രന്റ് വരച്ച് നോക്കുക. അപ്പോൾ സർക്കിൾ എടുക്കുക, സർക്കിളിന്റെ 4 ക്വാഡ്രന്റ്സ്, അതിലും 8 സെക്ടേഴ്സ് അല്ലെങ്കിൽ സെക്ഷൻസ് സിമെട്രി ആയിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എക്സ് വൈ വാല്യൂ 1 3, 1 3, then നെക്സ്റ്റ് അടുത്ത വാല്യൂ എങ്ങനെ വരും? 3 1 3 1. അടുത്ത ക്വാഡ്രന്റിൽ ഇവിടെ എങ്ങനെ വരുന്നത്? ഇവിടുത്തെ പോയിന്റിന്റെ വാല്യൂ എക്സ് വാല്യൂ പോസിറ്റീവ് ആണ്, y വാല്യൂ നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് y വാല്യൂ. അപ്പോൾ ഇവിടുത്തെ ഈ കേസിൽ എക്സ് വാല്യൂ 1, y വാല്യൂ -3. അതുപോലെ ഇവിടെ എടുക്കുമ്പോൾ എക്സിന് 3 കൊടുക്കുക, വൈക്ക് -1 കൊടുക്കുക. ഓക്കെ, അപ്ലൈ സിമെട്രിക് പ്രോപ്പർട്ടി. ഇനി നെക്സ്റ്റ് പൊസിഷൻ, ഇവിടുത്തെ പൊസിഷൻ എന്ന് പറയുന്നത് -x -y ആണ്. -x -y. ദെൻ ഇവിടുത്തെ പൊസിഷൻ വരുമ്പോൾ -1 -3 വരും. -1 -3. ഓക്കെ, അതിവിടെ വരുമ്പോൾ -3 -1, -3 -1. ഇനി മുകളിലത്തെ പാർട്ടിൽ ഇവിടുത്തെ പൊസിഷൻ പോസിറ്റീവ് x ആണ്, അല്ല നെഗറ്റീവ് x ആണ്, പോസിറ്റീവ് y ആണ്. സോ നെഗറ്റീവ് 3 പോസിറ്റീവ് y 1. ഇവിടെ വരുമ്പോൾ -1 3. ഓക്കെ, അപ്പൊ ഇങ്ങനെ 8 പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, 8 പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുക. ദെൻ ഡിസിഷൻ പാരാമീറ്ററിന്റെ ബേസിസിൽ p is greater than 0, p greater than 0 ആണ്. സോ xkയുടെ വാല്യൂ xk becomes incremented by 1 and yk plus 1 decremented by 1. ഓക്കെ, അപ്പോൾ yk plus 1 വാല്യൂ 2 ആണ് കിട്ടുന്നത്. xk plus 1 incremented by 1, so the value becomes 2. yk plus 1 2 കിട്ടും. പാരാമീറ്റർ, ഡിസിഷൻ പാരാമീറ്റർ is 5. ഡിസിഷൻ പാരാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 കിട്ടും. സോ നെക്സ്റ്റ് പോയിന്റ് എടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂം വൈയുടെ വാല്യൂം ഈക്വൽ ആണ്, 2 ആണ്. ഡിസിഷൻ പാരാമീറ്റർ വാല്യൂ 5 ആണ്. അതിന്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് പൊസിഷൻ എടുക്കുക. ദെൻ എൻ പോയിന്റ് ഈസ് റീച്ച് ടിൽ എക്സ് ഈക്വൽ ടു വൈ. എക്സ് ഈക്വൽ ടു വൈ ആകുമ്പോഴത്തേക്കും എൻ പോയിന്റിലെത്തി. സോ അവിടെ വരുമ്പോൾ ഇത്രയും വരുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിന് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഫസ്റ്റ് ക്വാർട്ടർ കേസ്, അതായത് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് വന്നിട്ട് നമ്മുടെ സർക്കിൾ ഫോം ചെയ്യും. ഇതാണ് ബ്രസൻഹാംസ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. ഇപ്പൊ മിഡ് പോയിന്റ് സർക്കിളിൽ ഡിസിഷൻ പാരാമീറ്റർ ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ബ്രസൻഹാംസിലും ഡിസിഷൻ പാരാമീറ്റേഴ്സിന്റെ വ്യത്യാസം. ഇനി അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ എന്തൊക്കെ പറയാം? അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ സിമ്പിൾ ആണ്, ഇംപ്ലിമെന്റഡ് ഈസിലി, കാരണം ഇൻക്രിമെന്റൽ കാൽക്കുലേഷൻ ആണ്. ടോട്ടലി ബേസ്ഡ് ഓൺ ദ ഇക്വേഷൻ x² + y² = r². ഓക്കെ, ഇൻക്രിമെന്റൽ ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ടോട്ടലി ബേസ്ഡ് ഓൺ ദ ഇക്വേഷൻ x² + y² = r². ഈ ഡിസഡ്വാൻറ്റേജ് എടുക്കുവാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് കോംപ്ലക്സ് ഇമേജസിന്റെ കേസിൽ ദിസ് അൽഗോരിതം ഈസ് ഡിഫിക്കൽട്ട്. ഓക്കെ, ദിസ് അൽഗോരിതം ഈസ് ഡിഫിക്കൽട്ട് ഇൻ ദ കേസ് ഓഫ് കോംപ്ലക്സ് ഇമേജസ്. സിസ്റ്റം സ്റ്റക്ക് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് മിഡ് പോയിന്റ് സർക്കിളും ബ്രസൻഹാംസ് അൽഗോരിതം വരുന്നത് കേട്ടോ.
Okay, then ഓക്കെ, മിഡ് പോയിന്റ് സർക്കിളിന്റെ വെച്ചിട്ട് ഒരു പ്രോബ്ലം വേണമെങ്കിൽ ചോദിക്കാം. നേരത്തെ തന്നത് തന്നെയാണ്. ഗിവൺ ദ സെന്റർ പോയിന്റ് കോർഡിനേറ്റ് 0 0 ആൻഡ് റേഡിയസ് ആസ് 10, then generate all the points to form a circle. അപ്പൊ അതെങ്ങനെ എടുക്കുന്നത്? പി കെ ഫസ്റ്റ് ഇനിഷ്യൽ വാല്യൂ ഓഫ് പി കെ, എല്ലാം കൂടി തിരിഞ്ഞു പോകരുത്. ഇനിഷ്യൽ വാല്യൂ ഓഫ് പി കെ ഈസ് 1/r. അതിന്റെ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. 1/r -9 കിട്ടും. Then pk value -9, then its next pk value pk plus 1 value if pk less than 0, mid point circle ന്റെ കേസ് ആണ്. pk less than 0 ആണെങ്കിൽ xk plus 1 value remains the same. xk plus 1 incremented by 1 and yk plus 1 remains the same. It is yk plus 1 equal to 10. So it's pk plus 1 value equal to -6 എന്ന് കിട്ടും. -6 ഇക്വേഷൻ ബേസ് ചെയ്തിട്ട്. സോ അതിന്റെ എക്സ് വാല്യൂ വൈ വാല്യൂ xk plus 1 yk plus 1 വാല്യൂ എന്ന് പറയുന്നത് 0 10 ആയിരിക്കും. 0 10 ഫസ്റ്റ്. ദെൻ നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് -6 pk വാല്യൂ ആയിട്ട് എടുക്കുക. -1 എന്താണ് pk plus 1 വാല്യൂ ആയിട്ട് എടുക്കുക. അപ്പൊ അതിന്റെ കോർഡിനേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 110 എന്ന് കിട്ടും. 110. അതുപോലെ നെക്സ്റ്റ് -1 6, അതിന്റെ കോർഡിനേറ്റ് വാല്യൂ 310 കിട്ടും. അപ്പോൾ 310, then 6 -3. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. ഓക്കെ, തിയറി അൽഗോരിതം മാത്രമായിട്ടല്ല, ചിലപ്പോൾ പ്രോബ്ലം തന്നിട്ട് അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ആ ഒരു കേസിൽ നിങ്ങൾ ഈ കോർഡിനേറ്റ്സ് കമ്പ്യൂട്ട് ചെയ്യുക, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് അതനുസരിച്ച് എഴുതുക, കേസസ് നോക്കിയിട്ട് എഴുതുക. സോ -3 8 5 9 ചെയ്ത് നോക്കിയാൽ മതി. 5 9 കിട്ടും. അടുത്തത് 8 5 6 8 കിട്ടും. 6 8. ഓക്കെ, ഇഫ് ദ വാല്യൂ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ആവുന്നത് വരെ എന്ത് ചെയ്യുക? പ്രോസസ് കണ്ടിന്യൂ ചെയ്യാം. റിപ്പീറ്റ് ഓൾ ദി പോയിന്റ്സ് ഓഫ് ദി സർക്കിൾ. അപ്പം അതുവരെ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്സ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇതില് ദിസ് മിഡ് പോയിന്റ് സർക്കിൾ അൽഗോരിതം, മിഡ് പോയിന്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. പിന്നെയുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് ലൈൻ ഡ്രോയിങ് ആൻഡ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതത്തിൽ വരുന്നത് കേട്ടോ. അപ്പൊ ലൈൻ ഡ്രോയിങ് അൽഗോരിതത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ അൽഗോരിതം ആൻഡ് സെക്കൻഡ് വൺ ബ്രസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം. എല്ലാം കൂടി തിരിഞ്ഞു പോകരുത്. ബ്രസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം. പിന്നെ സർക്കിൾ ഡ്രോയിങ്ങിൽ വരുന്നത് മിഡ് പോയിന്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം, ദെൻ ബ്രസൻഹാംസ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. നോക്കി വെക്കുക. PPT ഇപ്പോൾ ഓഫായി. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇമ്പോർട്ടൻ്റ് ആണിത്. ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടോ കീർത്തന? മാമിന്റെ സ്ക്രീൻ ഇപ്പോ ഷെയറിംഗിലാണോ? എനിക്ക് കാണുന്നില്ല. അല്ല, ഇപ്പൊ ഓഫായി, സ്റ്റോപ്പായി. അല്ല, അതിന് മുന്നേ ഒരു 5 മിനിറ്റ് മുന്നേ സ്ക്രീൻ ഉണ്ടായിരുന്നു.
ബോർഡ് ക്ലിയർ ആയില്ലേ? എനിക്ക് കണ്ടില്ല, അതാ ചോദിച്ചത്. ആണോ? എന്റെ ഞാൻ പ്രശ്നം സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സ്റ്റെപ്സ് ഇങ്ങനെ സ്റ്റെപ്സ് പറഞ്ഞത് കേട്ടായിരുന്നോ? ഓക്കെ, ഇപ്പം ഞാൻ ഓഫ് ചെയ്തു. ഇപ്പം അത്രേ ഉള്ളൂ. സ്റ്റെപ്സും നോക്കി വെക്കുക. സർക്കിൾ ഡ്രോയിങ്ങും അതിന്റെ സ്റ്റെപ്സ് പറഞ്ഞു കിട്ടിയല്ലോ. ഇപ്പം ഞാൻ പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്തു. ഹാങ് ആയിരിക്കും, അതാ പ്രശ്നം. റിസ്വിൻ, സ്റ്റെപ്സ് മനസ്സിലായോ? കിട്ടിയില്ലേ? മനസ്സിലായെന്ന് വെച്ചാ അപ്പാടൊന്നും മനസ്സിലായ ഒന്ന് പഠിച്ചാല് അല്ല, ഡൗട്ട് എന്താണ്? ഡൗട്ട് ചോദിച്ചോ. ഡൗട്ട് ഒന്നുമില്ല സാർ. അത് ഇക്വേഷൻ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഡിസിഷൻ പാരാമീറ്ററിന്റെ എടുക്കുന്നത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, സെറ്റ്. ഓക്കെ, പക്ഷെ തെറ്റിക്കരുത്. അത് 4 എണ്ണം വരുന്നുണ്ട്. ലൈൻ ഡ്രോയിങ്, എന്താണ് DDA, ബ്രസൻഹാം, അതുപോലെ സർക്കിൾ ഡ്രോയിങ്. ഈ 4ലും ഡിസിഷൻ പാരാമീറ്റർ ഇക്വേഷൻ മാറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അതിനെ ബേസ് ചെയ്ത് കേസ് മാറും. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ അറ്റൻഡൻസ് ഒന്ന് നോട്ട് ചെയ്യട്ടെ. മിസ്, എന്റെ അറ്റൻഡൻസ് ആദ്യം എടുക്കുക. നമുക്ക് ഇതില്ല, ഇപ്പൊ പുറത്തു പോകണ്ടേ, കുറച്ച് തിരക്കുണ്ടേ. ഓക്കെ ഓക്കെ ഓക്കെ, റോൾ നമ്പർ 30 ആണ് റുസീൻ. ഓക്കെ, ശരി. ബാക്കി ഗേൾസിനൊക്കെ മനസ്സിലായോ? അനഘയുണ്ടോ? അനഘ? ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. 10 മിനിറ്റ് ഉണ്ടല്ലേ? അപ്പൊ ഇതില് സെക്കൻഡ് മോഡ്യൂളിൽ മെയിൻ ആയിട്ട് വരുന്നത് ഈ ഡ്രോയിങ് അൽഗോരിതംസും പിന്നെ സ്കാൻ കൺവേർഷൻ അൽഗോരിതവും കൂടെയാണ് കേട്ടോ. സ്കാൻ കൺവേർഷൻ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്കാൻ കൺവേർഷൻ അൽഗോരിതം ആണ്. ഇത് നെക്സ്റ്റ് സാറ്റർഡേ കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് സാറ്റർഡേ. ഓക്കെ, അപ്പൊ വേറൊന്നും ഇല്ല, ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്തോ. ശരി, താങ്ക് യു. എന്താ ഷാരൂൺ അവിടെ? മനസ്സിലായോ?
റോഷൻ. ഓക്കെ ആണ്. ഓക്കെ.